السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം എന്ന് എന്നോട് ഒന്നാമതായും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസിയത്ത് ചെയ്യുന്നു. ദീൻ പഠിപ്പിക്കുകയും ധാർമ്മിക വ്യതിയാനങ്ങളിൽ നിന്ന് കുടുംബത്തെ രക്ഷിക്കുകയും ചെയ്യേണ്ടത് കുടുംബനാഥന്റെ അഥവാ ഭർത്താവിന്റെ കടമയാണ് എന്നാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കിയത്. അതായത് ഒരു ഭർത്താവ് കുടുംബത്തിന്റെ ആദ്യത്തെ മത അധ്യാപകനാണ്, അതായത് അവരുടെ ആത്മീയ നേതാവാണ്. പുരുഷത്വത്തിന്റെ യഥാർത്ഥ അളവുകോൽ എന്ന് പറയുന്നത് വീട്ടിലെ ദുർബലരായ അംഗങ്ങൾ, പ്രത്യേകിച്ച് ഭാര്യയോടും മക്കളോടും ദയയോടെയും കാരുണ്യത്തോടെയും സ്നേഹത്തോടെയും പെരുമാറുക എന്നുള്ളതാണ്. അതായത് ഒരു ഭർത്താവിന്റെ ഒന്നാമത്തെ ചുമതല കുടുംബത്തെ ഇസ്ലാമികമായും പക്വമായും നിയന്ത്രിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ അതിനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഭാര്യക്കും മക്കൾക്കും ചെലവിന് കൊടുക്കേണ്ട ബാധ്യത, അത് ഒരു ബാധ്യതയായി തന്നെ ഭർത്താവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാനും അവളുടെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റാനും ഭാര്യ വീട്ടിൽ നിന്ന് തന്നെ സ്ത്രീധനമായി കടത്തിക്കൊണ്ടുവരുന്ന രീതിയല്ല ഇസ്ലാം നിർണയിച്ചിട്ടുള്ളത്. വിവാഹ സമയത്ത് തന്നെ വിവാഹം സാധുവാകണമെങ്കിൽ ഭർത്താവ് ഒരു വിവാഹ മൂല്യം നൽകണം. സ്വഹാബികളോട് സ്വർണത്തിന്റെ വല്ലതും കൊടുക്കാനാണ് പറഞ്ഞത്. സ്വർണത്തിന്റെ ഒരു മൊട്ടെങ്കിലും കൊടുക്കും. അതുമില്ലാത്തവരോടാണ് ചെമ്പിന്റെ ഒരു മോതിരമെങ്കിലും കൊടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത്. അഥവാ ചെലവിന് നൽകുക എന്നത് ഭർത്താവിന്റെ ചുമതലയാണ്. സൂറത്തു നിസായിലെ 4-ാമത്തെ ആയത്തിൽ വആത്തുൻ നിസാ സദഖാതിഹിന്ന നിഹ്ല, നിങ്ങൾ ഭാര്യമാർക്ക് സമ്മാനമായി അവർക്കുള്ള മഹർ കൊടുക്കണം, അവരുടെ മഹർ കൊടുക്കണം. ഭർത്താവിനാണ് ഭാര്യയുടെ ചെലവിന് കൊടുക്കാനുള്ള ചുമതലയുള്ളത് എന്ന കാര്യം ഇവിടെ ഈ മഹർ എന്ന പ്രക്രിയയിലൂടെ പ്രായോഗികമാക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും. ഖുർആൻ പറഞ്ഞു, ലിയുൻഫിഖ് ദൂ സഅത്തിൻ മിൻ സഅതി, കഴിവുള്ളവൻ കഴിവിനനുസരിച്ച് കൊടുക്കണം. കൂടുതലുള്ള ആളുകൾ കൂടുതലായിട്ട് കൊടുക്കണം, കുറച്ചുള്ള ആളുകൾ അവർക്ക് കഴിയുന്നതിനനുസരിച്ച് കൊടുക്കണം. ഓരോ ഭർത്താവിന്റെയും സാമ്പത്തിക സുസ്ഥിതിക്ക് അനുസരിച്ചാണ് ഭാര്യമാർക്ക് വേണ്ടി അവർ ചെലവഴിക്കേണ്ടത് എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയുടെ അവകാശമായി എണ്ണി പറഞ്ഞിട്ടുണ്ട്, വലഹുന്ന അലൈക്കും റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്, അവളുമാർക്ക് അവരുടെ ഭക്ഷണവും അവരുടെ വസ്ത്രവും മര്യാദ പ്രകാരം ബാധ്യതയാണ് എന്നാണ്. അപ്പം ഒരു മര്യാദയനുസരിച്ച്, അയാളുടെ സാമ്പത്തിക സുസ്ഥിതിയും നാട്ടുമര്യാദയും അനുസരിച്ച് ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കണം. താൻ ധരിക്കുന്നതിന് തുല്യമായ നിലവാരത്തിലുള്ള വസ്ത്രം അവളെ ധരിപ്പിക്കണം. താൻ കഴിക്കുന്നതിന് തുല്യമായ നിലവാരത്തിലുള്ള ഭക്ഷണം അവൾക്കും ഉറപ്പുവരുത്തണം എന്നുള്ളത് ഒരു ഭർത്താവിന്റെ ബാധ്യതയാണ് എന്ന് സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാൻ സാധിക്കും. ചെലവിന് കൊടുക്കുക എന്നുള്ളത് ഭർത്താവിന്റെ ഒരു ഔദാര്യമോ ഒരു ദാനമോ സമ്മാനമോ അല്ല, മറിച്ച് കുടുംബത്തിനു വേണ്ടി കരുതാനും പരിപാലിക്കാനുമുള്ള
ഭാര്യയുടെയും അല്ലെങ്കിൽ ഭാര്യമാരുടെയും മക്കളുടെയും അവകാശമായിട്ടാണ്. ആ അവകാശം നിറവേറ്റാതിരുന്നാൽ നാളെ അത് നരകത്തിലേക്ക് വീഴ്ത്തപ്പെടാൻ കാരണമാകുന്ന ഉത്തമമായ ഒരു ബാധ്യതയായിട്ടാണ് ഭർത്താക്കന്മാർ അതിനെ വിലയിരുത്തേണ്ടത്. വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്. സൂറത്തുൽ ബഖറയിൽ പറയുന്നത് ആരുടേതാണോ കുഞ്ഞ് അയാളുടെ ബാധ്യതയാണ് അവൾക്ക് വസ്ത്രം കൊടുക്കേണ്ടതും ഭക്ഷണം കൊടുക്കേണ്ടതും അത് മര്യാദപ്രകാരം നൽകേണ്ടതുണ്ട്. അപ്പോൾ കുട്ടികളുടെ പിതാവ് അഥവാ ഭർത്താവ് എന്ത് ചെയ്യണം? കൃത്യമായ ഭക്ഷണവും വസ്ത്രവും നൽകുക എന്നത്. പണ്ഡിതന്മാരിതിനെ വിശദീകരിച്ചുകൊണ്ട് ഇത് മാത്രമല്ല, ആരോഗ്യപരമായ കാര്യങ്ങൾ, ചികിത്സക്കുള്ള ചെലവ്, അതേപോലെ തന്നെ മറ്റ് അനിവാര്യമായ ജീവിതാവശ്യങ്ങൾ അതെല്ലാം നിവർത്തിച്ചു കൊടുക്കേണ്ട ചുമതല ഒരു ഭർത്താവിന് അള്ളാഹു ബാധ്യതയായി തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്ന മൻ വസ്സഅല്ലാഹു അലൈഹി സുമ്മ ഖതറ അലാ ഇയാലിഹി. ഒരു മനുഷ്യന് അള്ളാഹു സാമ്പത്തിക സുസ്ഥിതി നൽകി, എന്നിട്ടും അയാൾ തന്റെ ഭാര്യ മക്കൾക്ക് വേണ്ടി കാര്യമായൊന്നും ചെലവഴിക്കുന്നില്ല, അയാൾ നമ്മിൽപ്പെട്ടവനല്ല. ഭാര്യയ്ക്ക് വേണ്ടി തന്റെ സ്വത്ത് ചെലവഴിക്കാൻ തയ്യാറില്ലാത്ത ഭർത്താവ് മുസ്ലിങ്ങളിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭർത്താവ് ഈ ഇസ്ലാമിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി, ഈമാൻ നിലനിൽക്കുന്നതിന് വേണ്ടി ഭാര്യമാർക്കും മക്കൾക്കും വേണ്ടി ചെലവിന് കൊടുക്കുക എന്നുള്ളത് ബാധ്യതയായി തന്നെ കണക്കാക്കണം. അപ്പൊ ഇത് കേവലം നിയമപരമായ അവകാശങ്ങൾ മാത്രമല്ല, മറിച്ച് ഖിയാമത്ത് ദിനത്തിൽ അള്ളാഹുവിന് മുന്നിൽ ഭർത്താവ് തന്റെ ഉത്തരവാദിത്വം വഹിക്കേണ്ട, മറുപടി പറയേണ്ട ശരീഅത്ത് ബാധ്യതകളായിട്ടാണ് കുടുംബത്തിൽ ചെലവ് നൽകുക. അവരുടെ ഭക്ഷണം, വസ്ത്രം, ചികിത്സ, പഠനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അത് ഭർത്താവിന്റെ കുടുംബനാഥന്റെ ചുമതലയായി വ്യക്തമായി പഠിപ്പിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യാണ്. അവർ പറഞ്ഞു, ദഖലത്ത് ഹിന്ദു ബിൻതു ഉത്ബ ഇംറത്തു അബീ സുഫിയാൻ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ അബൂ സുഫിയാന്റെ പത്നി ഹിന്ദ് ബിൻതു ഉത്ബ നബിയുടെ അരികിൽ വന്നു. ഫഖാലത്ത്, അവർ പരാതി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന അബാ സുഫിയാൻ റജുലുൻ ശഹീഹുൻ ലാ യുഅതീനി മിനൻ നഫഖതി മാ യക്ഫീനി വയക്ഫി ബനിയ ഇല്ലാ മാ അഖദ്തു മിൻ മാലിഹി ബിഗൈരി ഇൽമിഹി. അവർ പറഞ്ഞു, എന്റെ ഭർത്താവ് അബൂ സുഫിയാൻ പിശുക്കനാണ്. അയാൾ സ്വന്തത്തിനു വേണ്ടി, സ്വന്തം കുടുംബത്തിനു വേണ്ടി പോലും ചെലവാക്കുകയില്ല. എന്റെയും മക്കളുടെയും അത്യാവശ്യങ്ങൾക്ക് വേണ്ടി പോലും അദ്ദേഹം ചെലവഴിക്കാറില്ല. ഞാൻ അദ്ദേഹം അറിയാതെയാണ് പലപ്പോഴും ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണമെടുക്കാറുള്ളത്. അതല്ലാതെ അയാളിൽ നിന്ന് എനിക്ക് വരുമാനമൊന്നും കിട്ടാറില്ല എന്ന് അബൂ സുഫിയാന്റെ പത്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുദീ മിൻ മാലിഹി ബിൽ മഅറൂഫ്. നീ ഇപ്പോൾ ചെയ്യുന്നത് തുടരുക, മര്യാദ പ്രകാരം, അതായത് ആവശ്യത്തിനുള്ളത് റബ്ബ് കാണുന്നുണ്ടല്ലോ, ആ ഒരു ബോധത്തോടുകൂടി മാ യക്ഫീകി വയക്ഫി ബനീകി, നിനക്കും നിന്റെ മക്കൾക്കും അത്യാവശ്യമായിട്ടുള്ളത് ഭർത്താവ് തരുന്നില്ലെങ്കിൽ നിനക്കത് വീണ്ടും എടുക്കാവുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിന്ദ് ബിൻതു ഉത്ബയോട് നിർദ്ദേശിച്ചതായി സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും നമുക്ക് കാണാൻ കഴിയും. അതിന്റെ ഭാഗം തന്നെയാണ് വീട് അല്ലെങ്കിൽ താമസ സൗകര്യം. ഇത് ഭാര്യയുടെ അവകാശമായി നൽകേണ്ടതുണ്ട്. ഇത് നമ്മൾ നന്നായി പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യം കൃത്യമായി പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. എല്ലായിടത്തും നാം കണിശമായ നീതി പുലർത്തുകയും ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നാം നിറവേറ്റുകയും നിർവഹിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തമ ബാധ്യതയാണ്. നീ എവിടെയാണോ താമസിക്കുന്നത് അവിടെ നീ അവളെയും താമസിപ്പിക്കണം. നീ അവളെ താമസിപ്പിക്കേണ്ടത് നീ താമസിക്കുന്നിടത്താണ്. തലാഖ് ചൊല്ലിയ ഒരു ഭാര്യയെക്കുറിച്ചാണ് ഖുർആൻ അത് പറഞ്ഞത്. അപ്പൊ പിന്നെ കൂടെയുള്ള ഭാര്യയെക്കുറിച്ച് പറയാനുണ്ടോ? ഒരു ഭാര്യയെ തലാഖ് ചൊല്ലിയാലും അവളുടെ ഇത്തകാലത്ത് നീ താമസിക്കുന്നിടത്ത് അവളെ താമസിപ്പിക്കണം. അസ്കിനൂഹുന്ന ഐസുമാസക്കൻ, നിങ്ങൾ എവിടെ ഐസുസക്കൻത്തും, നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെയാണ് അവളുമാരെ താമസിപ്പിക്കേണ്ടത്. അപ്പോൾ ഭാര്യമാർക്ക് താമസത്തിനുള്ള സൗകര്യം ഉറപ്പുവരുത്തേണ്ടത് ഭർത്താക്കന്മാരുടെ ബാധ്യതയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അസ്കിനൂഹുന്ന മിൻ ഹൈസു സകൻതും മിൻ വുജ്ദിക്കും, താമസിപ്പിക്കുക എന്ന് പറയുമ്പോൾ നിബന്ധന വെച്ചു. സൂറത്തു തലാഖിലെ 6-ാമത്തെ ആയത്തിൽ മിൻ വുജ്ദിക്കും, നിങ്ങളുടെ സൗകര്യമനുസരിച്ച്. ഭർത്താവിന്റെ സാമ്പത്തിക സുസ്ഥിതിക്ക് അനുസരിച്ചുള്ളതല്ലാത്ത ഒരു താമസ സൗകര്യം ആവശ്യപ്പെടുക എന്നുള്ളത് ഭാര്യമാർക്ക് പാടില്ലാത്തതാണ്. മിൻ വുജ്ദിക്കും. പലരും ഭാര്യമാരുടെ ആർത്തിയുടെയും അതേപോലെ അയൽക്കാരുമായുള്ള മത്സരത്തിന്റെയും ഭൗതികമായ പല തകരാറുകളുടെയും കാരണത്താൽ അന്യായമായി
ധൂർത്തടിച്ചുകൊണ്ട് കെട്ടിടങ്ങളും വീടുകളും ഉണ്ടാക്കുകയും പിന്നീട് കടുത്ത കടബാധ്യതയിൽ അകപ്പെട്ടു പോവുകയും അവസാനം ആ വീട് ഒട്ടാകെ നഷ്ടപ്പെടുത്തുകയും ചെയ്യേണ്ട അവസ്ഥയിലേക്കൊക്കെ അധപ്പതിക്കുന്നത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. മറ്റൊന്ന്, അവരോട് ദയാവായ്പോടെ പെരുമാറണം. മാ കാന ഫീ ശൈഇൻ ഇല്ലാ സാന. നിങ്ങൾ ദയാവായ്പിൽ നിന്ന്, കാരുണ്യത്തിൽ നിന്ന്, വിനയത്തിൽ നിന്ന് ഏതൊന്ന് നൽകിയാലും അത് അലങ്കാരമല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ ഒരാളോട് വിനയം കാണിച്ചാൽ നമ്മുടെ അലങ്കാരം, സൗന്ദര്യം അത് വർദ്ധിപ്പിക്കും. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ കാഴ്ചയിലല്ല, സ്വഭാവ പ്രകൃതി. ആർക്കെങ്കിലും സംശയമുണ്ടോ? നല്ല സ്വഭാവമുള്ള ആളുകൾ എല്ലാവരും ഇഷ്ടപ്പെടും. നല്ല അഴകുണ്ടായി പക്ഷേ മോശമായ സ്വഭാവമാണ്, ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ഇല്ല. അപ്പൊ അഴകല്ല ഒരാളെ മറ്റുള്ളവരിലേക്ക് ആകർഷിക്കുന്ന ഘടകം, മറിച്ച് അയാളുടെ സൽസ്വഭാവമാണ്. ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറ. ഭാര്യമാരുടെ കാര്യത്തിൽ നന്മയെക്കുറിച്ച് നിങ്ങൾ വസിയത്ത് ചോദിച്ചു പഠിക്കണം. ഫഇന്നഹുന്ന ഖുലിഖന മിൻ ളിൽഇൻ. ഒരു വളഞ്ഞ വാരിയലിൽ നിന്നാണ് അവൾ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ നിവർത്താൻ ശ്രമിക്കരുത്, പൊട്ടിപ്പോകും, തലാഖിലേക്കെത്തും. അവൾക്ക് ചെറിയ വളവുകളും ചെറിയ പോരായ്മകളും ഉണ്ടാകും. അത് പരമാവധി സംയമനത്തോടെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നീ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നാണ് ഭർത്താവിനോട് കൽപ്പിക്കുന്നത്. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖൻ വഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിഹിം. സത്യവിശ്വാസികളിൽ ഈമാൻ പൂർണ്ണമായിട്ടുള്ളവർ അവരിൽ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമകളാണ്. അവരിൽ ഈമാൻ പൂർണ്ണമായിട്ടുള്ള നിങ്ങളിൽ നല്ലവരാരാണ്? നിങ്ങളുടെ ഭാര്യമാരോട് നല്ല രീതിയിൽ വർത്തിക്കുന്നവരാണ്. പത്നിമാരോട് ഉത്തമമായ രീതിയിൽ വർത്തിക്കുന്നവരാണ് ഭർത്താക്കന്മാരിൽ ഉത്തമൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. നീതി പാലിക്കണം അവരോടുള്ള പെരുമാറ്റത്തിൽ, അവർക്ക് നമ്മിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങളിൽ, അവരുമായി ഉണ്ടാക്കുന്ന ഉടമ്പടികളിൽ. ഒരിക്കലും നമ്മൾ അനീതി കാണിക്കാതെ കൃത്യമായി അള്ളാഹുവിന്റെ മുന്നിൽ എല്ലാറ്റിനും മറുപടി പറയേണ്ടി വരും. ഒരിക്കലും ഒരു ഭാര്യയ്ക്കും ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്ന് കരുതരുത്. ഒരുപക്ഷെ അവരുടെ പിതാവ് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽപ്പെട്ടവർ ചോദിക്കാൻ കെൽപ്പുള്ളവരായിക്കൊള്ളുമെന്നില്ല. പക്ഷേ ചോദിക്കാൻ കെൽപ്പുള്ള അള്ളാഹുവിന്റെ അരികിലേക്ക് നാളെ എത്തിച്ചേരും എന്ന ഉത്തമ ബോധ്യം ഓരോ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. ഫൈൻ കരിഹ്തുമൂഹുന്ന. നിങ്ങൾക്ക് ഭാര്യമാരോട് വെറുപ്പ് തോന്നുകയാണെങ്കിൽ, ഫഅസാ അൻ തക്റഹു ശൈഅൻ. അവളുടെ ഏതെങ്കിലും ഒരു നടപടി നിങ്ങളിൽ വെറുപ്പുണ്ടാക്കുന്നുവെങ്കിൽ, വയജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറ. മറ്റൊന്നിൽ അള്ളാഹു ധാരാളമായ നന്മ നിങ്ങൾക്ക് നിശ്ചയിക്കും. ഒരാൾ തന്റെ ഭാര്യയെ ഞാൻ എന്തു വന്നാലും തലാഖ് ചെല്ലുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അപ്പൊ നബി ചോദിച്ചു, എന്താണ് പ്രശ്നം? അവൾക്ക് ഇന്നാലിന്റെ സ്വഭാവ ദൂഷ്യങ്ങളുണ്ട് നബിയെ. അപ്പൊ നബി ചോദിച്ചു, അവൾക്ക് സ്വഭാവ ഗുണങ്ങൾ വല്ലതുമുണ്ടോ? അപ്പൊ അവളുടെ നല്ല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും നല്ല കാര്യങ്ങൾ ഇന്നതും ഒക്കെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ദോഷമുണ്ടെങ്കിലും ഒരു ഗുണം അല്ലെങ്കിൽ ഒന്നിലേറെ ഗുണങ്ങൾ നീ ഇപ്പുറത്ത് കാണുന്നുണ്ടല്ലോ, അതിന്റെ അടിസ്ഥാനത്തിൽ നീ അവളെ കൂടെ നിർത്തുക എന്ന് പറഞ്ഞ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് വെറുപ്പ് തോന്നിയാലും അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ നിലനിർത്തുന്ന ഭാര്യമാരിൽ അവരിലൂടെ നിങ്ങൾക്ക് ധാരാളമായ നന്മകൾ നൽകും. യജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറ. ഉത്തമ പത്നിമാരിൽ അള്ളാഹു നിങ്ങൾക്ക് ധാരാളമായ നന്മകൾ നിശ്ചയിക്കുമെന്ന് സൂറത്തു നിസായിലെ 19-ാമത്തെ ആയത്തിൽ കാണാം. സന്തോഷത്തോടെയും ചിരിയോടെയും വീട്ടിലേക്ക് പ്രവേശിക്കുകയും കുടുംബത്തോട് കനിവോടെയും ദയാവായ്പോടെയും പെരുമാറുകയും ചെയ്യുന്നവനാണ് ഒരു നല്ല ഭർത്താവ്. ഒന്നിലേറെ ഭാര്യമാരുള്ളവരാണെങ്കിൽ അവർക്കിടയിൽ നീതി പാലിക്കൽ നിർബന്ധമാണ്. അല്ലാത്ത പക്ഷം പരലോകത്ത് തോൾ ചെരിഞ്ഞ നിലയിലായിരിക്കും അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. മനസ്സിലായില്ലേ? ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഭാര്യമാരൊരാൾക്കുണ്ടെങ്കിൽ അതിൽ സാമർത്ഥ്യം കുറവുള്ളവർ പലപ്പോഴും അനീതി കാണിക്കപ്പെടാനിടയുണ്ട്. സാമർത്ഥ്യം കുറവുള്ളവരോട് അനീതി കാണിക്കുക എന്നത് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. അത്തരമൊരു സാഹചര്യമാണെങ്കിൽ ഒരിക്കലും ബഹുഭാര്യാത്വം സ്വീകരിക്കാനും പാടില്ല. അത് കുറ്റകരമായി വരും. ഫൈൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദ. ഭാര്യമാർക്കിടയിൽ നീതി പാലിക്കാൻ കഴിയില്ലെങ്കിൽ ഒരു ഭാര്യമാരിൽ നിങ്ങൾ നിലനിർത്തണം. നിങ്ങൾ അവർക്കിടയിൽ നീതി പാലിക്കാൻ കഴിയില്ല എന്ന് ഭയപ്പെടുന്നുവെങ്കിൽ ഒരു ഭാര്യയാണ് നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടത് എന്ന് സൂറത്തു നിസായിലെ 3-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ദുആ, അല്ലാഹുമ്മ ഹാദാ ഖിസ്മി ഫീമാ അംലിക്. എന്നെ കൊണ്ട് കഴിയുന്നിടത്തോളം എന്റെ ഓഹരി വയ്പ് ഇങ്ങനെയാണ് റബ്ബേ ഭാര്യമാർക്കിടയിൽ. ഫലാ തലുംനി ഫീമാ തംലികു വലാ അംലികു. നീ മാത്രം ഉടമപ്പെടുത്തുകയും ഞാൻ ഉടമപ്പെടുത്താതിരിക്കുകയും എന്റെ കഴിവിൽപ്പെടാത്ത ഏതെങ്കിലും വിഷയത്തിൽ എനിക്ക് വിഹിതം കൃത്യമായി നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ അല്ലാഹുവേ അതിന്റെ പേരിൽ നീ എന്നെ കുറ്റക്കാരനാക്കരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട്. കഴിയുന്നിടത്തോളം നീതി പുലർത്തണം. പ്രത്യേകിച്ചും ദിവസങ്ങൾ നിർണ്ണയിക്കുന്ന കാര്യത്തിലും ചെലവുകൾ നൽകുന്ന കാര്യത്തിലും അതേപോലെ വസ്ത്രത്തിന്റെയും അതുപോലുള്ള വിഷയത്തിലുമൊക്കെ കൃത്യമായി തന്നെ ഒന്നിലേറെ കുടുംബങ്ങളുള്ളവർ അവർക്കിടയിൽ നീതി പാലിക്കേണ്ടതുണ്ട് എന്ന്
സാധിക്കുന്നിടത്തോളം. സ്നേഹം എന്ന് പറഞ്ഞാൽ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതിനനുസരിച്ചാണ്. എല്ലാവർക്കും ഒരേ അളവിൽ സ്നേഹം കൊടുക്കാൻ അളക്കാൻ നമ്മളെടുത്ത് മാനദണ്ഡങ്ങളൊന്നുമില്ലല്ലോ. നന്നായി ഇണങ്ങുന്ന ഭാര്യമാരോട് സ്നേഹം കൂടുതലുണ്ടായിരിക്കും. അത് ഭാര്യമാർ അവരുടെ അവകാശവും യോഗ്യതയുമായി നേടിയെടുക്കുക എന്നതിലപ്പുറത്ത് ആ കാര്യത്തിൽ കൃത്യമായി നീതി പുലർത്തുക എന്നത് സ്വാഭാവികമായും സാധ്യമല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചിട്ടുമുണ്ട്. ഒരിക്കൽ നബിയോട് ചോദിക്കപ്പെട്ടു, മൻ അഹബ്ബുൻ നാസി ഇലൈക്, ആളുകളെ അങ്ങേക്ക് ഇഷ്ടം ആരോടാണ് നബിയെ? ഖാല, അദ്ദേഹം പറഞ്ഞു, ആയിഷ റളിയല്ലാഹു തആല അൻഹയോടാണ്. ആയിഷ ബീബി അദ്ദേഹം പലപ്പോഴും പേര് തികച്ചു വിളിക്കൂല, ആയിഷ്. നമ്മൾ പേര് ചുരുക്കി വിളിക്കുന്നത് സ്നേഹം വരുമ്പോഴാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെ യാ ആയിഷ് എന്ന് അവരെ സ്നേഹത്തോടു കൂടി വിളിക്കാറുണ്ടായിരുന്നു. ഇത് ആയിഷ ബീബിയോട് മാത്രമല്ല, ഓരോ പത്നിയോടും. ഖദീജ ബീബി ആണെങ്കിലും അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് അനുവർത്തിച്ചതെന്ന് കാണാൻ സാധിക്കും. ഓരോ ഭാര്യമാരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോടുള്ള ഇണക്കവും സ്നേഹവും ദയാവായ്പും നിലനിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയത്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഒരു സംഭവം ഉണ്ടായി. നബിയോട് എന്തിനോ ദേഷ്യം പിടിച്ചപ്പോൾ കയ്യിലുള്ള പാത്രം നിലത്തും, ഈത്തപ്പഴമുള്ള പാത്രമാണെന്ന് പൊട്ടി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉണ്ടായിരുന്ന ഭൃത്യന്മാരോട് പറഞ്ഞു, ആറത്ത് ഉമ്മുക്കും, നിങ്ങളെ ഉമ്മക്ക് ഈറ വന്നിട്ടുണ്ട്. നബി ചെറുതായിട്ട് പുഞ്ചിരിക്കുക ചെയ്ത്. നബി ദേഷ്യം പിടിച്ച് അവരടിക്കാൻ പോവുകയോ വഴക്ക് പറയുകയോ തെറി വിളിക്കുകയൊന്നും ചെയ്തില്ല. നിലത്ത് വീണ പാത്രം നബി തന്നെ പോയിട്ടെടുക്കുന്നു. ഈത്തപ്പഴം മണ്ണ് വരേണ്ടത് മണ്ണൊക്കെ പോക്കി നീക്കിയിട്ട് നബി തന്നെ ആ പാത്രത്തിലേക്ക് ഇടുന്നു. ആയിഷ ബീവിയുടെ പിണക്കം തീർന്നു. ഒരു പിണക്കംകാരനാണ് പാത്രം നിലത്തിട്ടത്. ഇത് നബിയുടെ വീട്ടിലുമുണ്ട്, ഇത് ഏത് വീട്ടിലും സംഭവിക്കാം എന്നുള്ളത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെ ഉദാഹരണം ഞാൻ പറഞ്ഞത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെ ഭൃത്യന്മാരുണ്ടാവുമല്ലോ, അവരോട് പറഞ്ഞു, ഹാറത്ത് ഉമ്മുക്കും, നിങ്ങളുടെ ഉമ്മക്ക് ദേഷ്യം വന്നിട്ടുണ്ട്, അവർക്ക് ഗീറ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അതേ ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞെന്താ? കാന ഖുലുഖുൽ ഖുർആൻ, അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആനാണ്. ഏതെല്ലാം ഉത്തമ ഗുണങ്ങൾ ഒരു സത്യവിശ്വാസി ജീവിതത്തിൽ പുലർത്തണമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒന്നുപോലും വിടാതെയുണ്ട് എന്ന് നബിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തതും ഈ ദേഷ്യം പിടിച്ച ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെയാണ്. വീട്ടിലെ കാര്യങ്ങൾ, കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് അവരുമായി കൂടിയാലോചന നടത്തും. പൊതുവായ കാര്യങ്ങൾ പോലും ചില സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാര്യപ്രാപ്തിയുള്ള ഭാര്യമാരുമായി കൂടിയാലോചിക്കാറുണ്ട്. ഹുദൈബിയ സന്ധിയുടെ സാഹചര്യം നമുക്കെല്ലാം അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർക്ക് കൊടുക്കുന്ന പദവിയും അവരുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കുന്ന രീതിയും മനസ്സിലാക്കാൻ ഇതിനപ്പുറം മറ്റൊരു തെളിവ് നമുക്ക് ആവശ്യമില്ല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരാർ എഴുതി, ആ വർഷം ഉംറ ചെയ്യുകയില്ല, അടുത്ത വർഷമാണ് ഉംറ. മനസ്സിലായില്ലേ? ആ കാലഘട്ടത്തിൽ ഉംറയുടെ സമയത്ത് അവർ ബലിമൃഗങ്ങളെ കൊണ്ടുപോകാറുണ്ട്. ഇന്ന് ഉംറ ഹജ്ജ് വാജിബായതുകൊണ്ട് ഉംറയ്ക്ക് ബലിമൃഗം നിർബന്ധമില്ല. അതേസമയത്ത് അന്ന് ഉംറയ്ക്ക് ബലിമൃഗം കൊണ്ടുപോകാറുണ്ട്. അപ്പൊ എന്താണ് നമ്മെ സംബന്ധിച്ച് ആ ബലിമൃഗങ്ങളുമായി യാത്ര പോകുന്ന അവർ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇനി അടുത്ത വർഷത്തിൽ മാത്രമേ ഉംറ യാത്രയുള്ളൂ എന്ന് തീരുമാനിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങുകയാണ്. പക്ഷേ ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ടു വന്ന ആരും അതിൽ നിന്ന് തഹല്ലുലാകാൻ തയ്യാറാകുന്നില്ല. അവർ ഇഹ്റാം കെട്ടിയതിൽ നിന്ന് പിന്മാറാൻ അവർ തയ്യാറല്ല. അടുത്ത വർഷം എന്നുള്ള ആ കരാറ് പാലിച്ചു പിന്നീട് വന്നത് വീട്ടണം എന്ന് തീരുമാനമെടുത്തു പോകുമ്പോൾ അനുസരിക്കാൻ എല്ലാവർക്കും ഒരു മടി. നമ്മളൊരു ഇബാദത്തിനല്ലേ പോകുന്നത്, യുദ്ധത്തിനൊന്നുമല്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്തിനാണ് ഇവർ തടഞ്ഞു വെക്കേണ്ട ആവശ്യം? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള പലരും തങ്ങളുടെ അമർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. പക്ഷേ നബി ഒരു കരാർ എഴുതി ഒപ്പിട്ടാൽ അത് പാലിക്കാൻ മുഴുവൻ മുസ്ലിങ്ങളും ബാധ്യസ്ഥരാണ്. അപ്പൊ എല്ലാവർക്കും കുറച്ച് സമയം ഒരു വിഷമം സ്വാഭാവികമാണ്. അവർക്കൊരു വിഷമുണ്ടായി. അപ്പം ഉമ്മു സലമ ബീവി ആ യാത്രയിൽ, ഹുദൈബിയ യാത്രയിൽ, നബി എല്ലാ യാത്രയിലും ഭാര്യമാരിൽ ഒരാളെയോ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകയോ നറുക്കിട്ടെടുത്ത് കൂടെ കൂട്ടാറുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്തതിൽ ബാക്കിയുള്ളവരെ ഇങ്ങനെ കൃത്യമായി ഒരു യാത്രയിൽ കൂടെ കൂട്ടുന്ന കാര്യത്തിൽ പോലും ഭാര്യമാരുടെ വിഷയത്തിൽ നീതി പാലിക്കുന്നവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തവണ നറുക്കു വീണത് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയ്ക്കാണ്. അവരാണ് ഹുദൈബിയയിൽ കൂടെയുള്ളത്. അവർ നബിയോട് പറഞ്ഞു, നബിയെ, നിങ്ങളൊരു ഉയർന്ന പ്രദേശത്തേക്ക് കയറി നിങ്ങളുടെ മുടി കളയുക. അപ്പൊ നിങ്ങൾ ഉംറയിൽ നിന്ന് ഒഴിവായി എന്ന് ആർക്ക് മനസ്സിലാകും? എല്ലാവർക്കും മനസ്സിലാവും. നബി തന്നെ ഒഴിവായാൽ പിന്നെ ആരും നോക്കി നിൽക്കുകയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും കാണുന്ന രൂപത്തിൽ എന്ത് ചെയ്തു? ഒരു ഉയർന്ന സ്ഥലത്തേക്ക് ചെന്ന് മുടി കളഞ്ഞു. നബി ആരുടെ നിർദ്ദേശമാണ് സ്വീകരിച്ചത്? ഭാര്യ, നീ ഉണ്ടാകാതെ ഇരിക്കുന്നു പറഞ്ഞു. ഇല്ല, അവരുടെ ആ നിർദ്ദേശം നല്ലൊരു നിർദ്ദേശമായി നബിക്ക് തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഉംറയിൽ നിന്ന് വേറെപ്പെട്ടതായി പ്രായോഗികമായി തെളിയിച്ചപ്പോൾ പിന്നെ അവിടെ തർക്കമില്ല, പ്രശ്നമില്ല, എല്ലാവരും അത് അംഗീകരിച്ചു എന്ന് കാണാൻ സാധിക്കും. ഭർത്താവിന്റെ നാലാമത്തെ ബാധ്യത വീട്ടുകാർക്ക് ഇസ്ലാമിക വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ നഫ്സിന്റെ കാര്യത്തിലും കുടുംബത്തിന്റെ നഫ്സിന്റെ കാര്യത്തിലും നരകത്തെ സൂക്ഷിക്കണം. നമ്മൾ എന്തു ചെയ്യുന്നു? നമ്മുടെ ഭാര്യമാർ എവിടെ വെച്ചാണ് ദീൻ പഠിക്കുന്നത്? ദീൻ പഠിക്കാൻ ഭർത്താക്കന്മാർ എന്ത് സൗകര്യമാണ് ചെയ്തു കൊടുക്കുന്നത്? ചെയ്തു കൊടുക്കാത്ത പക്ഷം
ദീനില്ലാതെ അവർ ജീവിക്കുന്നതിന് മുഴുവൻ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ദീൻ എന്താണെന്ന് അറിയിച്ചു കൊടുത്തു, എന്നിട്ട് അവർ അത് എവിടെയെങ്കിലും പാലിക്കാതിരുന്നാൽ നിങ്ങൾക്കതിന്റെ ബാധ്യതയില്ല. എന്നാൽ അവരെ ദീൻ പഠിപ്പിക്കാൻ നിങ്ങൾ തുനിയാതെ അവരെ നാട്ടുകാരുടെ ഒഴുക്കിനനുസരിച്ച് ജീവിക്കാൻ വിട്ടതിന് ശേഷം പിന്നീട് അവർ ചെയ്തു കൂട്ടുന്ന തോന്നിവാസങ്ങളിൽ മറുപടി പറയാതെ നാളെ നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതുകൊണ്ട് ഈ യഥാർത്ഥ ദീൻ എന്താണെന്ന് പഠിക്കാൻ നമ്മുടെ ഭാര്യമാർക്ക് അവസരം നിർബന്ധമായും ലഭിക്കണം. നമ്മുടെ നാട്ടിലെ ഉത്തരവാദപ്പെട്ടവരോട്, ഖത്തീബുമാരോട്, അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാരോട്, അറിവുള്ളവരോട്, ഉത്തരവാദപ്പെട്ട പ്രസ്ഥാനങ്ങളോട് നിങ്ങൾ ആവശ്യപ്പെടണം, നമുക്ക് ദീൻ പഠിക്കാൻ അവസരമില്ലെങ്കിൽ അവസരമുണ്ടാക്കി തരണം. അതുകൊണ്ട് നിരന്തരമായി ദീൻ പഠിക്കുന്ന സാഹചര്യം നമ്മുടെ വീട്ടിലുണ്ടാകണം. നമ്മുടെ ഭാര്യമാർക്ക് നാം ദീൻ പഠിപ്പിക്കണം. അത് നമ്മുടെ ചുമതലയാണ്. ആത്മീയവും ലൗകികവുമായ മാനങ്ങളിൽ നരകാഗ്നിയിൽ നിന്ന് ഭാര്യമാരെ സംരക്ഷിക്കാൻ ഓരോ ഭർത്താവും ബാധ്യസ്ഥനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും ഒരു നന്മ അല്ലാഹു ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദീനിൽ പരിജ്ഞാനം നൽകും. ദീനിലെ പരിജ്ഞാനം വഹിയായി കിട്ടുന്നതല്ല, അത് ഉസ്താദിന്റെ അടുത്ത് നിന്ന് പഠിക്കേണ്ടതാണ്. അപ്പൊ പഠിക്കാനുള്ള അവസരം നിർബന്ധമായി നമ്മുടെ നാട്ടിലുണ്ടാകണം. ഉള്ള അവസരങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഒരിക്കലും നമ്മുടെ കുടുംബത്തെ, ഭാര്യമാരെ നിങ്ങൾ ഭൗതികതയിലേക്ക് തള്ളി നരകത്തിലേക്ക് തള്ളിവിടരുത് എന്നാണ് പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, ഇബാദത്തുകളിൽ മാതൃകയാകണം. ഭർത്താക്കന്മാരാണ് കൃത്യസമയത്ത് നിസ്കരിക്കേണ്ടത്. നിസ്കാരത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തേണ്ടത് കുടുംബനാഥനാണ്, കൽപ്പിക്കേണ്ടത്. 10 വയസ്സ് കഴിഞ്ഞിട്ടും കുട്ടികൾ നിസ്കരിക്കുന്നെങ്കിൽ അവരെ അടിക്കണം. 7 വയസ്സ് കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്നില്ലെങ്കിൽ അവരെ പ്രത്യേകം ശാസിക്കണം, അവരോട് നിർദ്ദേശിക്കണം, അവർക്ക് നിസ്കാരം പഠിപ്പിക്കണം. ഇങ്ങനെയുള്ള ആരാധനകളിൽ മാതൃകയാകാൻ ഓരോ ഭർത്താവിനും ബാധ്യതയുണ്ട്. ടെലിഫോണിന്റെ സ്ക്രീനുകളിൽ നിന്ന് മാറി നേരിട്ട് കുടുംബത്തോടൊപ്പം ഈ ദീനിന്റെ വിഷയങ്ങളിൽ സമയം ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം. അതിനാണ് ജിഹാദുൻ നഫ്സ് എന്ന് പറയുക. അല്ലാതെ വെറും ദുനിയാവിന്റെ ആസ്വാദനങ്ങളിൽ മാത്രം ഒരുമിച്ചിരുന്നാൽ മതിയാവുകയില്ല. ദീനിന്റെ വിഷയങ്ങളിൽ നമ്മൾ ഒരുമിച്ച് പങ്കെടുക്കണം, ഒരുമിച്ച് ദീൻ പഠിക്കണം, ഒരുമിച്ച് സ്വർഗത്തിലേക്ക് യാത്രയാകണം. നല്ല കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അഭിനന്ദിക്കുക എന്നത് ഭർത്താവിന്റെ ചുമതലയാണ്. ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ മിണ്ടാതിരിക്കരുത്, നന്നായിട്ടുണ്ടെന്ന് പറയണം. നല്ലൊരു വസ്ത്രം വാങ്ങിച്ച് സെലക്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചാൽ അവരുടെ ആ സെലക്ഷൻ നമ്മൾ അഭിനന്ദിക്കണം. ഏതെങ്കിലും ഒരു പ്രവർത്തനം ചെയ്താൽ, ഒരു നല്ല കാര്യം അവരിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടാൽ അതിനെക്കുറിച്ച് നല്ല വാക്കുകൾ പറയാൻ, ഭാര്യമാരുടെയും മക്കളുടെയും നല്ല കാര്യങ്ങളിൽ അവരെ പ്രശംസിക്കാൻ ഭർത്താവ് അല്ലെങ്കിൽ വാപ്പ ഒരു പിശുക്കും കാണിക്കാൻ പാടില്ല. മക്കളെ നമ്മൾ പ്രശംസിച്ചു പഠിക്കണം, ഭാര്യമാരെ പ്രശംസിച്ചു പഠിക്കണം. അതിലൊരു പിശുക്കും കാണിക്കണം. ഞാൻ പ്രശംസിച്ചാൽ അവർ തലയിൽ കയറിയിരിക്കുമെന്നൊന്നും കരുതുന്ന ഒരിക്കലും ശരിയല്ല. അതേപോലെ ഭാര്യമാരുടെ, മക്കളുടെ ആവശ്യങ്ങൾ ഒരുപക്ഷെ ചെറുതായിരിക്കാമെങ്കിലും അതിനെ നിസ്സാരമായി കാണരുത്. നിസ്സാരമായി കാണുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ തിരുത്തണം. ഇതെന്ത് ഇത്രയും ചെറിയൊരു കാര്യത്തിന് അവളെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു? നമ്മെ സംബന്ധിച്ച് അതൊരു പക്ഷെ ചെറുതായിരിക്കും, അവർക്കതൊരു പക്ഷെ വലുതായിരിക്കും. ചിലപ്പോൾ അവരുടെ ഉപദേശങ്ങളിൽ തന്നെ നമ്മളത് പഠിക്കേണ്ടി വരും. അവർക്ക് അത് ഗൗരവവും നമ്മൾ ചെയ്തു കൊടുക്കാതിരിക്കുമ്പോൾ പ്രയാസകരവുമായി തോന്നുമെങ്കിൽ, ഹലാലായ വിഷയങ്ങളാണെങ്കിൽ അത് അതിന്റെ ഗൗരവത്തോടുകൂടി പരിഗണിക്കുക എന്നത് ഒരു ഭർത്താവിന്റെ ബാധ്യതയാണ്. ഭർത്താവിനും ഭാര്യയ്ക്കുമിടയിൽ പരസ്പരം നീണ്ട മൗനം വരാൻ പാടില്ല. പിണക്കമാണെങ്കിലും 3 ദിവസത്തിൽ കൂടുതൽ പോകാൻ പാടില്ല. സലാം പറയണം, തിരുത്തണം. ഭാര്യയെ കേൾക്കാനുള്ള ക്ഷമ ഭർത്താവിനുണ്ടായിരിക്കണം, തിരിച്ചുമുണ്ടായിരിക്കണം. ഭാര്യയുടെ ചുമതല ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാനിരിക്കുന്നു. അപ്പോൾ ഈ ഡിജിറ്റൽ ദൃശ്യമാധ്യമങ്ങളുടെ മിഥ്യാസ്വാധീനങ്ങളിൽ നിന്ന് തന്റെ കുടുംബത്തെ സംരക്ഷിക്കേണ്ടത് ഭർത്താവിന്റെ, കുടുംബനാഥന്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. അതേപോലെ കുടുംബ ബജറ്റ്, അത് വിവേകത്തോടെയും സുതാര്യമായും പരസ്പരം കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടും ഭാര്യയും ഭർത്താവും ചേർന്ന് ക്രമീകരിക്കണം. അതേപോലെ സംയുക്തമായ സാമ്പത്തിക ആസൂത്രണം ഉണ്ടാകണം. ആവശ്യങ്ങൾക്ക്, അത്യാവശ്യങ്ങൾക്ക് നമ്മൾ മുൻഗണന നൽകണം. അമിതമായ ചെലവുകൾ ഒഴിവാക്കാൻ കുടുംബത്തെ പരിശീലിപ്പിക്കുകയും വേണം. ഒരിക്കലും സാമ്പത്തികമായ ഒരു തകർച്ചയിലേക്ക് നമ്മളെ തന്നെയും നമ്മുടെ കുടുംബത്തെയും നാം തള്ളിവിടരുത്. നല്ല രീതിയിലുള്ള സംഭാഷണങ്ങളിലൂടെ, അതേപോലെ ഉപമകളിലൂടെ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ നമുക്ക് പരസ്പരം സാധിക്കണം. ചുരുക്കി പറഞ്ഞാൽ, ഒരു ഭർത്താവ് തന്റെ മതപരവും സാമൂഹികവുമായ കടമകൾ അവഗണിക്കുക എന്നുള്ളത്, സ്വന്തമായി അതിനെ മറന്നു കളയുക എന്നുള്ളത് അയാളെ മാത്രമല്ല, അയാളുടെ കുടുംബത്തെ ബാധിക്കും. കുടുംബത്തെ മാത്രമല്ല, കുടുംബത്തെ ബാധിച്ചു കഴിഞ്ഞാൽ കുടുംബം ചേർന്നുണ്ടാകുന്ന ദേശീയവും സാമൂഹികവുമായ എല്ലാ സുരക്ഷയ്ക്കും ഭീഷണിയായിത്തീരുന്നത് മതബോധമില്ലാത്ത കുടുംബങ്ങളാണ് എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. നരകത്തെ പേടിക്കാത്ത കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ടാണ് നമ്മുടെ നാടിന്റെ സാമൂഹ്യക്രമം തകർന്നു പോകുന്നത്, അരാജകത്വം ഉണ്ടാകുന്നത്, ലഹരി പടരുന്നത്, അനുസരിക്കാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. ഇതിന് ഒന്നാമത്തെ ചുമതല കുടുംബങ്ങളിലാണ്. കഴിഞ്ഞിട്ട് നമുക്ക് രാഷ്ട്രത്തിലേക്ക് നീക്കിവെക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ചിലർ പറയുന്നത് പോലെ രാഷ്ട്രം നന്നായാൽ കുടുംബം നന്നായി എന്നതല്ല.
വ്യക്തിയും വ്യക്തിയുടെ കുടുംബവും, കുടുംബം നന്നായാൽ രാഷ്ട്രവും അങ്ങനെ നന്നാവുക എന്നതാണ് യഥാർത്ഥത്തിൽ. അതേസമയത്ത് ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് നല്ല രീതിയിൽ വരുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ആദ്യമേ പഠിച്ചു, കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി. അതേപോലെ തന്നെ കുടുംബത്തിന്റെ സ്ഥിരതയാണ് ബാല കുറ്റകൃത്യങ്ങളെ അകറ്റാൻ കാരണമാകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്തതാണ്. നമ്മുടെ നാട്ടിൽ കൊച്ചുകുട്ടികൾ, ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നു, ബഹളമുണ്ടാക്കുന്നു, കൊലപാതകം നടത്തുന്നു ടീനേജിൽപ്പെട്ടവർ. ഞാൻ അമേരിക്കയിലെയും ഫ്രാൻസിലെയും കാര്യമല്ല പറയുന്നത്, നമ്മുടെ നാട്ടിലെ കഥകൾ. ചെറുപ്പക്കാർ സ്വന്തം മാതാവിനെയും പിതാവിനെയും കൊല്ലാൻ മടിയില്ലാത്തവർ, സഹോദരങ്ങളെ കൊല്ലുന്നവർ, അന്യരെ കൊല്ലുന്നവർ, കൊലപാതകം നടത്തുന്നു, ലഹരി ഉപയോഗിക്കുന്നു, വ്യഭിചരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ അടുത്തവരിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ, നമ്മുടെ നാട്ടിൽ ഇത് നടക്കുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ പരിശോധിച്ചാൽ കുടുംബത്തിലെ സ്ഥിരതയില്ലായ്മയാണ് കുട്ടികൾ വഴിതെറ്റിപ്പോകാൻ കാരണം. ഇത് ഓരോ പിതാവും മാതാവും മനസ്സിരുത്തിയേ മതിയാകൂ. ഇൻഷാ അല്ലാഹ് കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വേറെ തന്നെ ചർച്ച ചെയ്യും. മറ്റൊന്ന്, ഒരു കാരണവശാലും ഭാര്യമാരോട് അനീതി കാണിക്കാൻ പാടില്ല. അവർക്ക് കഴിയാത്ത കാര്യങ്ങൾ അവരെ നിർബന്ധിക്കാനും പാടില്ല. വലാ തുംസികൂഹുന്ന ളിറാറൻ ലിതഅതദു. അവരെ നിങ്ങൾ വിദ്രോഹകരമായി പിടിച്ചു വെക്കരുത് അതിന് വിടാൻ വേണ്ടി. തലാഖിന്റെ വക്കിലേക്കെത്തി, ഒരുമിച്ച് പോകാൻ രണ്ടു കൂട്ടരും തയ്യാറല്ല എങ്കിൽ തലാഖ് കൊടുക്കാതെ വീട്ടിൽ തന്നെ പിടിച്ചിരുന്ന സമ്പ്രദായം ഭർത്താക്കന്മാർക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യരുത് എന്ന് സൂറത്തുൽ ബഖറ 231 ആയത്തിൽ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖുല്ലാഹ ഫിന്നിസാ. ഭാര്യമാരുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കണം. ഭാര്യമാർ വഴിതെറ്റിപ്പോകുന്ന കാര്യത്തിലും അവർ ദീനിൽ നിന്ന് പിഴച്ചു പോകുന്ന കാര്യത്തിലും നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിച്ചുകൊള്ളണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഭാര്യമാർ നിങ്ങളിൽ നിന്ന് അനീതി ഏറ്റുവാങ്ങേണ്ടി വരുന്ന കാര്യത്തിലും നിങ്ങൾ റബ്ബിനെ സൂക്ഷിച്ചുകൊള്ളണം എന്നാണ് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ആ നിലവാരത്തിൽ ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഭർത്താക്കന്മാരുടെ മറ്റൊരു ചുമതല, ഭാര്യമാരുടെ ഉടമസ്ഥതയിലുള്ള സ്വത്ത് അവരുടെ ഇഷ്ടമില്ലാതെ പിടിച്ചു വാങ്ങരുത്, അല്ലെങ്കിൽ ഉപയോഗിക്കരുത്. ചിലപ്പോൾ ഭാര്യമാർ അവരുടെ സ്വത്ത് അവർക്ക് ഏതെങ്കിലും നിലക്ക് നമ്മൾ മഹറായി കൊടുത്തതും സമ്മാനമായി കൊടുക്കുന്നതും അതേപോലെ തന്നെ അവരുടെ വീടുകളിൽ നിന്ന് കിട്ടുന്നതും ചിലപ്പോൾ ഹലാലായി ജോലി ചെയ്ത് സമ്പാദിക്കുന്നതുമായ സമ്പാദ്യങ്ങൾ അവരുടെ കയ്യിലുണ്ടാകും. ആ സമ്പാദ്യം എങ്ങനെ വിനിയോഗിക്കണമെന്നതിൻ്റെ പൂർണ്ണമായ അവകാശം അവർക്കുള്ളതാണ്. അവർക്കിഷ്ടമില്ലാതെയും തൃപ്തിയില്ലാതെയും സ്വന്തം ഭാര്യയാണല്ലോ എന്ന് കരുതി അവർ വഴി വരുന്ന സമ്പത്ത് തനിക്കിഷ്ടമില്ലാത്തത് ഉള്ളതുപോലെ ചെലവഴിക്കാൻ പാടില്ല. വലാ തഅ്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. അന്യായമായി നിങ്ങൾക്കിടയിൽ നിങ്ങൾ ധനം ഭുജിക്കരുത് എന്ന് പറഞ്ഞ ആയത്തിന്റെ പരിധിയിൽ ആ കാര്യം പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഫീ ഖുതുബത്തി ഹജ്ജത്തുൽ വദാ. ഹജ്ജത്തുൽ വദാഇന്റെ ഖുതുബയിൽ നബി പറഞ്ഞു, ഫത്തഖുല്ലാഹ ഫിന്നിസാ. സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കണം. ഫൈന്നക്കും അഖത്തുമൂഹുന്ന ബിഅമാനില്ലാ. അല്ലാഹുവുമായുള്ള ഒരു വിശ്വാസ കരാറിന്റെ പേരിലാണ് നിങ്ങൾ അവരെ സ്വന്തമാക്കിയത്. വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാ. അവരുടെ രഹസ്യാവയവങ്ങൾ നിങ്ങൾക്ക് ഹലാലായത് അല്ലാഹുവിന്റെ കലിമത്തിന്റെ പേരിലാണ്. വലക്കും, നിങ്ങൾക്ക് അവകാശമുണ്ട്, അലൈഹിന്ന അവരിൽ നിന്ന്, അല്ലാ യൂത്ഇന ഫുറുശക്കും മഹദൻ തക്റഹൂന. നിങ്ങൾ വെറുക്കുന്ന ഒരാളും അവളുടെ വിരിപ്പിൽ ചവിട്ടാൻ പാടില്ല. ഫൈൻ ഫഅൽന ദാലിക, അങ്ങനെ അവൾ ചെയ്താൽ ഫളിരിബൂഹുന്ന, അവളുമാരെ നിങ്ങൾ കടിക്കാം. ലർബൻ, ഒരടി. ഗൈറ മുബറഹ്, അത് പരിക്കു പറ്റാത്ത രൂപത്തിൽ നിങ്ങൾക്ക് ഭാര്യയെ അടിക്കാം. അന്യപുരുഷന്മാരുമായി അവർ ഏതെങ്കിലും നിലക്കുള്ള ബന്ധം സ്ഥാപിച്ചു തുടങ്ങിയാൽ. അതേപോലെ വലഹുന്ന, ഭാര്യമാർക്ക് അവകാശമുണ്ട്. ലഹുന്ന അലൈക്കും, നിങ്ങളിൽ നിന്ന് അവൾക്ക് കിട്ടേണ്ട അവകാശം. റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്, അവരുടെ ഭക്ഷണവും അവരുടെ വസ്ത്രവും മര്യാദ പ്രകാരം ലഭിക്കണമെന്നത് നിങ്ങളിൽ നിന്ന് അവൾക്ക് കിട്ടണം. അന്യപുരുഷന്മാരുമായി ബന്ധം സ്ഥാപിക്കാൻ പാടില്ല എന്നുള്ളത് അവളിൽ നിന്ന് നിങ്ങൾക്കും കിട്ടേണ്ട അവകാശമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സ്വഹീഹ് മുസ്ലിമിലെ 1218 നമ്പർ ഹദീസിൽ കാണാൻ സാധിക്കും. ഇനി ഭാര്യമാരുമായി എങ്ങനെ വർത്തിക്കണമെന്നതിന് ഉത്തമ മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ തന്നെയാണ്. തൊട്ടതിനും പിടിച്ചതിനൊന്നും അടിക്കാൻ പറ്റൂല. അടിക്കാൻ അനുവാദമുണ്ട്. അടിച്ചിട്ട് ഉപദേശിക്കണം. ഉപദേശിച്ചിട്ട് നന്നായില്ല, അതിൻഷാ നമ്മൾ മസ്ലഹത്ത് പിന്നീട് ചർച്ച ചെയ്യുന്നുണ്ട്. അതേപോലെ ഉപദേശം എന്നായാലും അടിക്കണം, അടിച്ചിട്ട് എന്നായാലും കിടപ്പറയിൽ നിന്ന് വിട്ടു നിൽക്കണം. അതും കഴിഞ്ഞിട്ടൊക്കെയാണ് തലാഖിനെ പറ്റി ചിന്തിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഏത് വിഷയത്തിലാണ് അടിക്കേണ്ടത് വരെ പഠിച്ചിട്ടില്ല.
ഉപ്പ് കൂടിയാലും കുറഞ്ഞാലും പഞ്ചാര കൂടിയാലും കുറഞ്ഞാലും ഒന്നും അടിക്കാൻ പറ്റൂല. അവരുടെ അവിഹിതങ്ങൾക്കാണ് അടി. അവിഹിതം എന്ന് പറഞ്ഞാൽ വ്യഭിചാരമൊന്നും വേണ്ട, അന്യ ആണുങ്ങളുമായിട്ടുള്ള ചാറ്റിംഗ് തന്നെ ധാരാളം മതിയാകും. അല്ലെങ്കിൽ അവരുടെ മുന്നിൽ ഒരു അണിഞ്ഞൊരുങ്ങുക, തന്റെ സൗന്ദര്യം അന്യരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുക, ഇങ്ങനെയുള്ള പാതിവൃത്യത്തിന്റെ അടയാളങ്ങൾ ലംഘിക്കുമ്പോഴാണ് ഭാര്യമാരെ അടിക്കാൻ അവകാശമുള്ളത്. അല്ലാതെ എന്നാൽ നിങ്ങൾ ഓരോ ചെറിയ അബദ്ധത്തിനും അടിക്കാൻ നിന്നാൽ വളഞ്ഞ ഭാര്യയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഭാര്യയെ രാവിലെ മുതൽ വൈകുന്നേരം അടിക്കാനല്ലേ നേരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അടിക്കാനുള്ള പെർമിഷൻ തങ്ങൾക്കുണ്ട് എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. അതുതന്നെ അടിക്കുകയാണെങ്കിൽ പരിക്കു പറ്റാത്ത വിധത്തിലായിരിക്കണം. കൃത്യമായി പറഞ്ഞു, വലാ തളരിബിൽ വജ്ഹ, മുഖത്തടിക്കാൻ പാടില്ല. അടിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ നമ്മൾ അടിക്കുകയാണെങ്കിൽ മുഖത്തടിക്കുള്ളൂ, അല്ലെ പിന്നെ അടിക്കൂല. ഇതാണ് നമ്മളെ രീതി. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ അടിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ, മക്കളുടെ മുന്നിൽ. നമ്മൾ മക്കളുടെ മുന്നിൽ മാത്രമല്ല, അങ്ങാടിയിൽ ബസ് സ്റ്റോപ്പിൽ വെച്ച് പോലും ഭാര്യമാരെ അടിക്കാൻ തന്റെ ഇടമുള്ളവർ നമ്മുടെ നാട്ടിലുണ്ട്. എന്റെ ഭാര്യയാണ്, ഭാര്യയുടെ എനിക്ക് ഇത്ര അധികാരമുണ്ടെന്ന് നാട്ടുകാരെ മുഴുവൻ കാണിക്കാൻ. വളരെ അധമന്മാരായ ഭർത്താക്കന്മാരാണ്. ഭാര്യമാരെ അടിക്കുന്നതിനേക്കാൾ നിങ്ങൾ പകൽ സമയത്ത് ഭാര്യമാരെ അടിക്കുകയും രാത്രി നിങ്ങൾ അവരുടെ കൂടെ തന്നെ കിടക്കുകയും നിങ്ങളെക്കാളും അധമന്മാർ മറ്റാരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചോദിച്ചിട്ടുണ്ട്. നാണമില്ലേ നിങ്ങൾക്ക്? അതുകൊണ്ട് ഭാര്യമാരെ അടിക്കുന്നത് ഒരു ഭർത്താവിന്റെ ഭർത്തൃത്വത്തിന്റെ യോഗ്യതയല്ല എന്ന് മനസ്സിലാക്കുക. അടിക്കേണ്ട സന്ദർഭങ്ങളുണ്ട്, ആ സന്ദർഭങ്ങളിൽ മാത്രമാണ് ആ വിഷയം. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിന് എല്ലാ മാതൃകയും നമ്മൾ സ്വീകരിക്കേണ്ടത്. സൈനബ് ബിൻത് അബീ സലമ പറയാം, അന്ന ഉമ്മ സലമ ഖാലത്ത്, അവരുടെ ഉമ്മ സലമ പറഞ്ഞു, ഹിൽതു വഅന മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖമീല, ഞാൻ ഒരിക്കലും ഒരു പുതപ്പിൽ, നബിയും ഞാനും ഒരു പുതപ്പിലായിരിക്കെ എനിക്ക് ഹൈലുണ്ടായി. ഫൻസലൽതു ഫഖറജ്തു മിൻഹ, അപ്പോൾ ഞാൻ മെല്ലെ ആ പുതപ്പിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയി. ഫഅഖദ്തു സിയാബ ഹൈലത്തി ഫലബിസ്തുഹ, ഞാൻ എൻ്റെ ഹൈല് കാലത്ത് ധരിക്കുന്ന വസ്ത്രം, മറ്റേ വസ്ത്രം മാറ്റി ഹൈല് കാലത്ത് ധരിക്കുന്ന വസ്ത്രമൊക്കെ ഞാൻ ധരിച്ചു. ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഫിസ്തി, നബി ചോദിച്ചു, നിനക്ക് ആർത്തവമായോ? ഖുൽതു, ഞാൻ പറഞ്ഞു, നാം, അതെ. ഫദഅനി, അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ചു. ഫഅദ്ഖലനി മഅഹു ഫിൽ ഖമീല, അതേ പുതപ്പിനടിയിലേക്ക് തന്നെ വന്ന് കിടക്കാൻ പറഞ്ഞു. ആർത്തവകാരികളെ അകറ്റുക എന്നതില്ല, അവരുമായി ഭാര്യാഭർത്തൃബന്ധം മാത്രമാണ് വിരോധിച്ചത്. നബി ആ പുതപ്പിനടിയിലേക്ക് തന്നെ വരാൻ വേണ്ടി അവരോട് ആവശ്യപ്പെട്ടു എന്ന് നമുക്ക് അവരുടെ മകൾ റിപ്പോർട്ട് ഹദീസിൽ സ്വഹീൽ ബുഖാരിയിൽ കാണാൻ സാധിക്കും. അവർ തന്നെ പറയുന്നു, കാന യുഖബ്ബിലുഹാ വഹുവ സ്വായിം, നോമ്പുകാരനായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ ചുംബിക്കാറുണ്ട്. നോമ്പുകാലത്തും നോമ്പുകാരനായിരിക്കെ ചുംബിക്കാറുണ്ട്. ചെറുപ്പക്കാർക്ക് നബി ചുംബിക്കാൻ അനുവാദം കൊടുത്തിട്ടില്ല, പ്രായം ചെന്നവർക്ക് ചുംബിക്കാൻ അനുവാദം കൊടുത്തതും കാണാൻ സാധിക്കും. നിങ്ങളെക്കാൾ വികാരങ്ങളെ നിയന്ത്രിക്കാൻ എനിക്കാണ് കഴിയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പഠിപ്പിച്ചതും കാണാൻ കഴിയും. വകുന്തു അഗ്തസിലു അന വന്നബിയ്യു മിൻ ഇനാഇൻ വാഹിദിൻ മിനൽ ജനാബ, ഭാര്യമാരുടെ കൂടെ ജനാബത്തുണ്ടായാൽ ഒരേ പാത്രത്തിൽ നിന്ന് അവർ കുളിക്കും, ഒരുമിച്ച് കുളിക്കാറുണ്ട് എന്നുള്ളത് സ്വഹീൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. കാന യുനാദി ആയിഷ തബി ആയിഷ തദ്രീലല്ലഹ, നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. അതായത് സ്നേഹസൂചകമായി ആയിഷ ബീവിയെ ആയിഷ എന്ന് വിളിക്കും. ഭാര്യമാരെ സ്നേഹസൂചകമായ പേരുകൾ കൊണ്ട് വിളിക്കാൻ നമ്മൾ പഠിക്കണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരുമായി മത്സരങ്ങളിൽ ഏർപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആയിഷ ബീവിയുമായി 2 തവണ മത്സരിച്ചത് പ്രസിദ്ധമായ സംഭവം കുട്ടികൾക്ക് വരെ അറിയാം, അല്ലെ? ആദ്യം ഓട്ട മത്സരം നടത്തിയ ആയിഷ ബി ജയിച്ചു. രണ്ടാമതൊരു ഓട്ട മത്സരം നടത്തിയപ്പോൾ നബി ജയിച്ചു. അപ്പൊ നബി പറഞ്ഞു, ഹാദിഹി ബിത്തിൽക്ക്, ഇത് അന്ന് നീ എന്നെ തോൽപ്പിച്ചതിന് പകരമാണ്. കാരണം പിന്നെ ആയിഷ ബി കുറച്ച് വലിയ ആളായി, തടി വെച്ചു. അപ്പോൾ ഓട്ട മത്സരത്തിൽ നബി ജയിച്ചു. അങ്ങനെയുണ്ടായി. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിൽ, യുദ്ധയാത്രയിൽ സഫിയ ബീവിയെ അവരെ വിവാഹം ചെയ്തു കൊണ്ടുവരുമ്പോൾ വാഹനപ്പുറത്തേക്ക് കയറാൻ നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു, കാന യലഉ റുക്ബതഹു ലിതസ്അദ അലൈഹാ, അവർക്ക് കയറാൻ വേണ്ടി തന്റെ കാലിന്റെ മുട്ടിങ്ങനെ വളച്ചു വെച്ചു കൊടുത്തു. ആ നബിയുടെ കാലിന്റെ മുട്ടിൽ ചവിട്ടിയിട്ടാണ് ഭാര്യ വാഹനത്തിലേക്ക് കയറുന്നത്. ആ നിലക്കാണ് ഭാര്യമാരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹവസ്തിരുന്ന് കാണാൻ സാധിക്കും. ആയിഷ ബി പറയാണ്, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി ലഅലമു ഇദാ കുൻതി അന്നി റാളിയതൻ വ ഇദാ കുൻതി അലയ്യ ഗൾബ, നിനക്കെന്നെ ഇഷ്ടമാണെങ്കിലും എനിക്ക് മനസ്സിലാകും, നിനക്കെന്നോട് ദേഷ്യമുണ്ടെങ്കിലും എനിക്ക് മനസ്സിലാകും. അപ്പൊ ആയിഷ ബി ചോദിച്ചു, ഫഖുൽതു, ഞാൻ ചോദിച്ചു, മിൻ ഐന താരിഫ് ദാലിക്, എങ്ങനെയാ നബി അത് മനസ്സിലാക്കുക? ഫഖാല, അപ്പൊ നബി ചോദിച്ചു, അമ്മാ ഇദാ കുൻതി അന്നി റാളിയതൻ ഫഇന്നകി തഖൂലീൻ ലാ വറബ്ബി മുഹമ്മദ്, നീ എന്നെ ഇഷ്ടമുള്ളപ്പോൾ നീ വല്ലതും സംസാരിക്കുമ്പോൾ മുഹമ്മദിന്റെ റബ്ബാണെ സത്യമെന്നല്ലേ പറയാറുള്ളത്? വൈദാ കുൻതി അലയ്യ ഗൾബ, ഏതെങ്കിലും വിഷയത്തിൽ നീ എന്നോട് പിണങ്ങി നിന്നാൽ, ദേഷ്യം പിടിച്ചാൽ, ഖുൽതി ലാ വറബ്ബി ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ റബ്ബാണെ സത്യമെന്നല്ലേ നീ പറയാറുള്ളത്? അപ്പൊ നബി ആ സ്വഭാവം മനസ്സിലാക്കിയത്, വാക്കിൽ വരുന്ന മാറ്റം. ഭാര്യമാർക്ക് നീരസം തോന്നുമ്പോൾ അവരുടെ പദപ്രയോഗങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ ഭർത്താക്കന്മാർ തിരിച്ചറിയണമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ആയിഷ ബി രാജാൽ ശരിയാണ്, നിങ്ങളാ പറഞ്ഞ കാര്യം ശരിയാണ്.
വല്ലാഹി യാ റസൂലല്ലാഹ് മാ അഹ്ജുറു ഇല്ല ഇസ്മക്, ഞങ്ങളെ പേര് മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ, നിങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. ഞാൻ നിങ്ങളുടെ പേര് മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയിഷ ബി മറുപടി കൊടുക്കുകയും ചെയ്തു. ഒരു സംഭവം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. ആയിഷ ബി പറയാണ്, അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബി ഖസീറ. ഒരിക്കൽ ആയിഷ ബീവി നബിക്ക് ഒരു അലീസയുമായി വന്നു. അന്ന് നബി സൗദാ ബീവിയുടെ വീട്ടിലാണ് താമസം. അടുത്ത വീട്, ഹുജറകളൊക്കെ അടുത്തടുത്താണ്. സന്ദർശിക്കാൻ വന്നതാണ്. ഒരു ഭാര്യ അടുത്ത ഭാര്യയുടെ വീട് സന്ദർശിക്കാൻ വന്നു. ഖസീറ കൊണ്ടുവന്നു. ഖസീറ എന്ന് പറഞ്ഞാൽ മാംസമിട്ട് ഗോതമ്പും ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു കഞ്ഞിയാണ്. അലീസ എന്ന് പറയും നമ്മുടെ നാട്ടിൽ. അലീസ പോലത്തെ ഒരു ഭക്ഷണമാണ്. അനഖ തബഖ്തുഹാ ലഹു, ഞാൻ നബിക്ക് വേണ്ടിയാണ് അത് പാചകം ചെയ്തു കൊണ്ടുവന്നത്. ഫഖുൽതു ലി സൗദ വന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനി വബൈനഹ, ഞാനിരിക്കുന്നു, എനിക്കും അവൾക്കും ഇടയിൽ നടുവിൽ നബി ഇരിക്കുന്നു. ഒരു ഭാഗത്ത് സൗദാബിയുടെ ഒരു ഭാഗത്ത് ഞാൻ ഇരിക്കുന്നുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, ഇത് നിങ്ങൾ കഴിക്കണമെന്ന് പറഞ്ഞു. കുലി, നിങ്ങളിത് കഴിക്കുക. ഫഅബത്, അവർ കൂട്ടാക്കിയില്ല, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഫഖുൽതു, ഞാൻ പറഞ്ഞു, ലതഅകുലിന്ന, തീർച്ചയായും ഇത് നിങ്ങൾ കഴിക്കുക തന്നെ വേണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടെന്നാണ്. ഔല ഉലത്യഹന്ന വജഹക്കി, അല്ലെങ്കിൽ ഞാൻ ഇതെടുത്ത് നിങ്ങളുടെ മുഖത്ത് വെച്ച് തേമ്പെന്ന് പറഞ്ഞു. ആര്? ആയിഷാബി. അപ്പോ അപ്പോഴും അവർ ഫഅബത്ത്, വിസമ്മതം കാണിച്ചു. ഫവളഅതു യദീ ഫിൽ ഖസീറ, അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു. ആയിഷാബി ചെറുപ്പക്കാരിയാണ്. ഫതലൈതു വജ്ഹ, ഞാൻ ആ അലീസ എടുത്ത് അവരെ മുഖത്ത് തേച്ചു. ഫളഹിക്കൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി അതൊരു സംഘർഷ സാഹചര്യമാക്കി മുതലെടുത്തില്ല. നബി അത് കണ്ട് ചിരിച്ചു. നബി ആ തമാശയിൽ പങ്കെടുത്തു. ഫവളഅ ബിയദിഹി ലഹ വഖാല ലഹ ഇൽതഖി വജ്ഹ, എന്നിട്ട് നബി അവളോട് പറഞ്ഞു, സൗദാ ബീവിയോട് പറഞ്ഞു, നീ എടുത്ത് അവളെ മുഖത്തും കുറച്ച് തേക്ക്. മനസ്സിലായില്ല? എന്നിട്ട് നബി എന്ത് ചെയ്തു? അവളുടെ മുഖത്തേക്ക് കൊണ്ടുവന്ന് മുഖം ഇങ്ങനെ മാറ്റിക്കൊടുത്തു. അവളുടെ മുഖത്ത് തേക്കാൻ പാകത്തിന് ഒഴിഞ്ഞു കൊടുത്തു. അങ്ങനെ ആയിഷാബിയുടെ മുഖത്ത് അവരും തേച്ചു. ഇൽതഹി വജ്ഹ, നീ അത് ചെയ്യാൻ പറഞ്ഞു. ഫളഹിക്കൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹ. രണ്ട് ഭാര്യമാരും നമ്മുടെ നാട്ടിൽ പരസ്പരം കാണുന്നില്ല. ഏറ്റവും വലിയ ശത്രുക്കളായിട്ടാണ് നമ്മുടെ നാട്ടിൽ ജീവിക്കുക. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ കൊണ്ടുവന്നത്? രണ്ടാളും തമ്മിൽ പരസ്പരം നബി ഫളഹിക്കൻ നബി, രണ്ടാമത് നബി ചിരിച്ചു. ആയിഷാബിയുടെ മുഖത്ത് അവർ തേക്കുമ്പോഴും അവർ ചിരിച്ചു. ഫമറ ഉമറു, ആ നേരത്തെ ഇവരിങ്ങനെ ചിരിച്ചു കളിച്ചൊരിക്കും ഉമർ റളിയല്ലാഹു വന്നു. ഫഖാല യാ അബ്ദല്ലാ, അബ്ദല്ലാ, ആരെ ഒന്ന് വിളിച്ചു, അബ്ദല്ലാ എന്ന് വിളിച്ചു. ഫളന്ന അന്നഹു സയദ്ഖുൽ, അപ്പോ നബി വിചാരിച്ചു ഉമർ അകത്തേക്ക് കയറി വരും, അമ്മോശനാണല്ലോ, കയറി വന്നേക്കും. ഫഖാല ഖൂമാ ഫഗ്സിലാ വുജൂഹകുമാ, അപ്പൊ നബി രണ്ടാൾ എണീറ്റ് പോയിട്ട് മുഖം കഴുകുക. ഒരാൾ പുറത്തു വന്നല്ലേ, ഉമർ റളിയല്ലാഹു ആയതുകൊണ്ട്. ആയിഷാബി പറയാണ്, ഫമാ സിൽതു അഹാബു ഉമർ, എനിക്ക് ഉമറിനോടൊരു ഭയമുണ്ട്. അത് മറ്റൊന്നു കൊണ്ടുമല്ല, അല്ലെ ഹൈബത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിക്ക് അദ്ദേഹത്തോടൊരു ഭയമുണ്ട്. നബി അദ്ദേഹത്തിനൊരു ഗാംഭീര്യം വകവെച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കും അദ്ദേഹത്തോട് ഈ ഗാംഭീര്യം ഉണ്ടായത് എന്ന് കാണാൻ സാധിക്കും. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടുജോലികളിൽ കഴിവതും സഹായിക്കും. മാക്കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്നഉ ഫിൽ ബൈത്ത് ഖാലത്ത്, എങ്ങനെയാണ് നബി വീട്ടിൽ കഴിച്ചു കൂട്ടാറുള്ളത് എന്ന് ആയിഷാ ബിബിയോട് അസ്വദ് ബിൻ യസീദ് ചോദിച്ചു. ആയിഷാ ബി പറഞ്ഞു, ഖാലത്ത് കാന യകൂനു ഫീ മിഹ്നത്തി അഹ്ലിഹി, വീട്ടുജോലിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഫൈദാ സമീഅൽ അദാന ഖറജ്, വീട്ടുജോലിയിൽ സഹായിക്കും, ചപ്പാത്തി കുഴച്ചു കൊടുക്കുകയോ പരത്തി കൊടുക്കുകയൊക്കെ ചെയ്യും. അത് ചെയ്യുന്നതിൽ ബാങ്ക് കേട്ടാൽ നബി ഇറങ്ങിപ്പോകും. ഇങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ധാരാളമായി ദുആ ചെയ്യണം. ഭർത്താക്കന്മാർ നിർബന്ധമായി നിർവഹിക്കേണ്ട ബാധ്യതകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഭാര്യമാർക്കുള്ള ബാധ്യതകൾ, ഭർത്താവിന്റെ അവകാശങ്ങൾ, അത് നമുക്ക് പഠിക്കണം. മക്കളോടുള്ള ബാധ്യതകൾ നമുക്ക് പഠിക്കണം. നമ്മുടെ കുടുംബം ഏറ്റവും നല്ല രീതിയിൽ ഇസ്ലാമിക ക്രമത്തിൽ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, കുടുംബ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നതിന്റെ ഇസ്ലാമിക നിർദ്ദേശങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏറ്റവും മികച്ച അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ വാർത്തെടുത്ത സംയമനവും ഇണക്കവുമുള്ള കുടുംബമായി വളരാൻ അള്ളാഹു നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. اللهم أصلح لنا في ذرياتنا. اللهم رب هب لنا من الصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.